ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാരുടേതായ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫലമാണ്. അതായത് എങ്ങനെയാണ് മുന്നിലേക്ക് സഞ്ചരിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, സ്വഭാവം എന്നിങ്ങനെ ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ചിങ്ങം രാശി സൂര്യൻ്റേതായ ആധിപത്യം കൊണ്ട രാശിയാണ്. ഇതിൽ മകം, പൂരം, ഉത്രം എന്നിങ്ങനെ 3 നക്ഷത്രങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവരുടേതായ ഫലങ്ങളൊക്കെ ഈ രാശിക്കുള്ളിൽ എങ്ങനെയാണ് ഫലം ചെയ്യുക എന്ന് നോക്കാം. ചിങ്ങം രാശിക്കുള്ളിൽ ജനിക്കുന്നത് തന്നെ പൂർവ പുണ്യ ഫലം എന്നാണ് പറയപ്പെടുന്നത്. അതായത് പൂർവ്വജന്മത്തിൻ്റെതായ പുണ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ഒരു ഫലം നിങ്ങൾക്ക് വന്നെത്തുക. ഇവരുടെ രാശിക്ക് 5-ാം ഭാവം അതുതന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അവിടെ കേതു എന്ന ഒരു ഗ്രഹം നിലകൊള്ളുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ പൂർവ്വജന്മത്തിൽ ഇവരുടേതായ കർമ്മഫലങ്ങൾ എന്താണോ അതിൻ്റേതായ ഒരു ബാക്കി പത്രം മാത്രമായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടാവുക. വളരെയധികം പ്രയത്നിക്കും പല കാര്യങ്ങളിലും, വളരെയധികം വാവിട്ട രീതിയിലൊക്കെ വാക്കുകളൊക്കെ ഉപയോഗിക്കും. പക്ഷേ പിന്നീട് അതിൽ നിന്നും പശ്ചാത്തപിക്കുകയും ചെയ്യും ഇവരൊക്കെ. അയ്യോ വേണ്ടായിരുന്നല്ലോ എന്ന്. ചിലർക്കൊക്കെ തന്നെ 1, 2, 3 ഇടങ്ങളിലൊക്കെ ജോലി ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. വളരെയധികം കഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫലം ലഭിക്കുക എന്നുള്ളത്, ഒരു അംഗീകാരമൊക്കെ ഇവർക്ക് ലഭിക്കുക. വളരെയധികം സ്ട്രെയിറ്റ് ഫോർവേഡാണ് ഇവരൊക്കെ. 2-ാം ഭാവത്തിൽ ബുധൻ നല്ല ഉച്ച സ്ഥാനത്തിൽ ആകുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് 2 വിധം തൊഴിൽ പ്രാപ്തമാകും എപ്പോഴും. ഒരിടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലർക്ക് മറ്റൊരിടത്തും കൂടി ഏതെങ്കിലും ബ്രാഞ്ചസോ ഒക്കെ കൂടി കൈകാര്യം ചെയ്തു പോകേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ വരും. ഒരിടത്തും തന്നെ ഇവർ അധികകാലം പിടിച്ചു നിൽക്കില്ല. കാരണം എന്തെന്നാൽ ഇവരുടേതായ സ്വഭാവ സവിശേഷതകൾ തന്നെയാണ് അതിനുള്ള കാരണം. ഇവർക്ക് മറ്റുള്ളവരെ നിയന്ത്രിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകാൻ വളരെയധികം കഴിവ് തന്നെയാണ്. പക്ഷേ 10 പേരുള്ളിടത്ത് ഇവർ ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ചെയ്ത് തീർക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ ഒപ്പമുള്ളവരൊക്കെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് വിഷയമാവുകയും അത് ഇവർക്ക് അനിഷ്ടം വന്ന് ചേരുന്ന ഒരു സാഹചര്യം, അവർ ആ ഇടം വിട്ടുപോകുന്ന സാഹചര്യങ്ങളൊക്കെയും ഇവർക്ക് വന്നു ചേരും. ഇപ്പോൾ 2-ാം ഭാവത്തിൽ ശുക്രൻ നീചമായി വരുന്ന ആ ഒരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ശുക്രൻ്റേതായ ആ ഒരു ഭാവം കണക്കാക്കുമ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലും തന്നെ ഈ സംസാരത്തിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവരുണ്ടാകും. കണ്ണുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, കാഴ്ചയ്ക്ക് തകരാറൊക്കെ ഉണ്ടായിരുന്നവരൊക്കെയും ഇവരുടെ കുടുംബത്തിലൊക്കെ ഉണ്ടായി വരും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കൂടി കന്നി വീട്ടിൽ വരുന്ന സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവം. ഇവർക്ക് മുൻകോപം വളരെ കൂടുതലാണ്. ഇവർ എന്തെങ്കിലുമൊക്കെ പറയുന്ന വാക്കുകൾ തന്നെയായിരിക്കും ഇവർക്ക് എപ്പോഴും വിനയായിട്ട് മാറുക എന്നുള്ളതാണ്. മറ്റുള്ളവരൊന്നും പറയണ്ട, ഇവർ പറയുന്ന വാക്കുകൾ തന്നെയായിരിക്കാം ഇവർക്ക് വിനയായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ മുൻകോപം എന്ന ആ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുത്ത് മുന്നിലേക്ക് നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ കൂടി പരിശ്രമം നടത്തിയാൽ നല്ല വിജയം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും. ഇവരിൽ പലരും തന്നെ പണം മറ്റുള്ളവരെ സഹായിച്ച് പെട്ടുപോയിട്ടുള്ളവർ ഉണ്ടാവും. അതായത് ജാമ്യ വ്യവസ്ഥയിലൊക്കെ കൂട്ടു ലോണൊക്കെ എടുത്ത് കൊടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്ന ഇവർ അതിൻ്റെ ചുമതലകൾ ഏൽക്കേണ്ട ഒരു സാഹചര്യം. സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ, അതായത് ഇവരുടേതായ ശമ്പളം കണക്കാക്കി എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് അതിൽ ഇവർക്കൊരു ഉപകാരമില്ലാത്ത ഒരു സാഹചര്യവും പണം നഷ്ടം വരുന്ന സാഹചര്യങ്ങളൊക്കെ വന്ന് പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ഇവരുടേതായ അവർ നല്ല മനസ്സുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത ഇവർക്ക് വരുന്നത്. പക്ഷേ അതൊക്കെയും ഇവർക്ക് നെഗറ്റീവായി വരുന്ന ഒരു സാഹചര്യമാണ്. ലഗ്നത്തിൻ്റെ 3-ാം ഭാവം അതാണ് പ്രയത്നങ്ങളുടേതായ സ്ഥാനമെന്ന് പറയുന്നത്. ഇവർക്ക് സ്ഥായിയായ ഒരു ഇടം ഒരിക്കലും ഉണ്ടാവില്ല ജോലി സംബന്ധപ്പെട്ട ഇടത്തിൽ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല സ്ഥാപനങ്ങളിലായിട്ട് മാറി മാറി ജോലി ചെയ്യേണ്ട സാഹചര്യം. എവിടെ പോയാലും ഇവരുടേതായ കഴിവിന് യാതൊരുവിധ കുറവും ഉണ്ടാവില്ല. ഒരല്പം പരിശ്രമിച്ചിട്ടാണെങ്കിലും ശരി അവർ അവിടെ ഉയർന്ന നിലയിൽ എത്തുക തന്നെ ചെയ്യും. അതാണ് ഇവരുടേതായ ഒരു പ്രത്യേകത. അതുപോലെ ഇവരുടെ പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്ത് സ്ഥായിയായി ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരിക്കില്ല. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്ത് വന്ന് വേരുറപ്പിച്ച ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതായത് ഇപ്പോൾ കോട്ടയത്തുള്ള ഒരു കുടുംബമാണെങ്കിൽ അവർ അവിടം വിറ്റൊക്കെ പോയി മറ്റൊരിടത്ത് സ്ഥലമൊക്കെ വാങ്ങി ഒക്കെ താമസിക്കുന്ന ഒരു സാഹചര്യങ്ങളായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക. ചിങ്ങം രാശിയിൽപ്പെട്ടവർക്ക് സ്കിൻ സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പല്ലുവേദന, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഇല്ലാത്ത ചിങ്ങം രാശിക്കാർ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് വേണം പറയാനായിട്ട്. ഏതെങ്കിലും വിധത്തിലൊരു ബുദ്ധിമുട്ട് ഇവർക്ക്
നൽകിക്കൊണ്ട് തന്നെയിരിക്കും. കാരണം ചൊവ്വയുടേതായ ആധിപത്യം 12ാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് ആ ഒരു സാഹചര്യം ഇവരിൽ പലർക്കും ഉണ്ടാകും. 6ാം ഭാവത്തിനും 7ാം ഭാവത്തിനും ആധിപത്യം കൊണ്ട ശനി കുടുംബപരമായ ജീവിതത്തിൽ വളരെ വലിയ പങ്ക് വഹിക്കും. കാരണം പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു ചിങ്ങം രാശിക്കാരും ഉണ്ടാകില്ല. കുടുംബപരമായ അന്തരീക്ഷത്തിൽ കലുഷിതമായ ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും. അതായത് പരസ്പരം വിട്ടുവീഴ്ച മനോഭാവമില്ലാതെ തർക്കങ്ങൾ, വഴക്കുകൾ, പ്രശ്നങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരിക്കും. എന്നിരുന്നാലും പരമാവധി ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകുന്ന കുടുംബങ്ങളും കാണും എന്നതാണ്. പക്ഷേ അവിടെയൊക്കെ തന്നെ ഒരു ഒത്തൊരുമ ഉണ്ടാകില്ല. അതായത് ഒരു യോജിപ്പ് ഉണ്ടാവില്ല. വിയോജിപ്പിലൂടെ മാത്രമായിരിക്കും അത് മുന്നിലേക്ക് സഞ്ചരിക്കുക. എറിഞ്ഞാൽ അവർ എറിയുന്നത് തന്നെയായിരിക്കും. അടുത്താൽ അടുത്തതും തന്നെയായിരിക്കും. അതാണ് ഈ ചിങ്ങം രാശിയുടേതായ ഒരു സ്വഭാവം. അമ്മ, അച്ഛൻ എന്ന കണക്കൊക്കെ നോക്കുമ്പോൾ ഇവർ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും നല്ല രീതിയിലൊക്കെ ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കും. പക്ഷേ അവരിൽ നിന്നും ഇവർക്ക് കുറ്റപ്പെടുത്തലുകളൊക്കെ കേൾക്കേണ്ട ഒരു സാഹചര്യങ്ങളും വരും. ഇവിടെ സ്വന്തം കാര്യം നോക്കുന്ന ചിങ്ങം രാശിക്കാർ മാത്രമായിരിക്കും വിജയിക്കുക. മറ്റൊരാളിൻ്റെതായ ഒരു കീഴിൽ ഒരു അടിമത്വം പോലെ ഭർത്താവാണെങ്കിലും ആരാണെങ്കിലും ശരി അവരുടെ ഒരു അടിമത്വം സ്വീകരിക്കാൻ ഇവർ ഒരിക്കലും തയ്യാറാവില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇനിയെങ്കിലും സ്വന്തമായ കാര്യങ്ങൾ ചിന്തിച്ച് മുന്നിലേക്ക് പോകേണ്ട ഒരു സമയം ആയിരിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നിലേക്ക് പോയാൽ സർവ്വകാര്യ വിജയം. തൊഴിലിടങ്ങളിലും അങ്ങനെ തന്നെയാണ്. 10 പേരുള്ള സ്ഥാപനത്തിൽ നിങ്ങൾ മേലധികാരിയായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഈ 10 പേരെ കൊണ്ടും പണിയെടുപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്നത്. കൂട്ടത്തിലിറങ്ങി നിങ്ങളും അതിൻ്റെ ഒരു ഭാഗമായി മാറുമ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വരികയും നിങ്ങൾക്ക് ഉയർന്ന പദവികൾ തേടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. ചിങ്ങം രാശിയിൽപ്പെട്ട പലർക്കും തന്നെ ഏതെങ്കിലും വിധത്തിൽ ഒരു കുട്ടിയൊക്കെ അബോർഷനായി പോകാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്. അത് ഏതാണ്ട് ഒരു 80% പേർക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. എന്നാൽ മക്കളോട് വളരെ അധികം പ്രിയവും ഇഷ്ടവും സ്നേഹവുമൊക്കെ ഉള്ള വ്യക്തികളായിരിക്കും ഈ ചിങ്ങം രാശിക്കാരൊക്കെയും. ചിങ്ങം രാശിയിൽപ്പെട്ട സ്ത്രീകളാണെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾക്ക് മുന്നിട്ട് ഇറങ്ങുന്നത് അമ്മമാർ തന്നെയായിരിക്കും. അച്ഛൻ ഒരു വിധത്തിൽ ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും. നീ പോയിട്ട് വാ, അല്ലെങ്കിൽ നീ അത് ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു രീതിയായിരിക്കും. മാക്സിമം അവർ തന്നെയായിരിക്കും മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കുക. ഇപ്പോൾ ചിങ്ങം രാശിയുള്ളവർ ഈ തൊഴിലിടം വിട്ട് വീട്ടിൽ വന്നിരിക്കുമ്പോഴും അവർ തൊഴിലിൽ തന്നെയായിരിക്കും മുന്നിട്ട് നിർത്തുക. വീട്ടുകാരോട് സംസാരിക്കുവാനോ അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനോ ഒന്നും തന്നെ ഇവർക്ക് താല്പര്യമുണ്ടാവില്ല, അല്ലെങ്കിൽ സമയം കണ്ടെത്തില്ല. ഇവർ ലീവ് ആണെങ്കിൽ പോലും അത് തന്നെയായിരിക്കും. അവിടെ എന്തായി, ഇവിടെ എന്തായി എന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും. അതായത് തൊഴിലിടത്തിൽ എന്ത് സംഭവിക്കുന്നു, ഏത് സംഭവിക്കുന്നു എന്നൊരു ഉത്കണ്ഠ ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഇതൊക്കെ ഇവരുടേതായ കുടുംബപരമായ അന്തരീക്ഷത്തിൽ ചില വിള്ളലുകളും തർക്കങ്ങൾക്കുമൊക്കെ കാര്യം ആകുകയും ചെയ്യും. കുടുംബപരമായ സ്വത്തുക്കളൊന്നും തന്നെ ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഇല്ല. 90% പേർക്കും കുടുംബ സ്വത്തുക്കളൊന്നും ലഭിച്ച ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുപോലെ പൂർവികമായ കാര്യങ്ങളൊക്കെ ഇവർ മറ്റുള്ളവരോട് വലിയ രീതിയിലൊക്കെ ഹൈപ്പ് ചെയ്ത് സംസാരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഞാൻ ആരാണെന്ന് അറിയാമോ, ഞാൻ ഇന്ന കുടുംബത്തിൽ ചേർന്ന ആളാണ്, ഞാൻ ഇന്ന വ്യക്തികളുടേതായ ഇടത്തിൽ നിന്ന് വന്ന ആളാണ് എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട്. അതായത് പൂർവികമായ കാര്യങ്ങൾ ഇവർക്ക് ഒരിക്കലും വിട്ടുകളയാൻ പറ്റില്ല. അതാണ് കാര്യം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിങ്ങം രാശിക്കാർ മറ്റുള്ള വ്യക്തികളുടേതായ സഹായത്താൽ മുന്നോട്ട് വന്ന ചരിത്രവും ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അതായത് ഇവർ എവിടെയെങ്കിലും ഒരിടത്ത് ജോലിക്ക് കയറിയാൽ അവിടം കൊണ്ട് ഇവർ വിജയിക്കുന്ന ഒരു സാഹചര്യം. ഒരല്പം വിശ്വാസക്കുറവ് വന്നാലും അത് ഉപേക്ഷിച്ച് പോകാനും മടിക്കില്ല. അടുത്ത ഒരിടം അവർക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരിടത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ സ്ഥാപനത്തിലേക്ക് പോരുന്നോ അല്ലെങ്കിൽ വരുന്നോ, ശമ്പളമൊക്കെ മാറ്റിത്തരാം എന്ന് പറയുന്ന ഒരു സാഹചര്യം. കാരണം ഇവരുടെ ആത്മാർത്ഥത, വിശ്വാസ്യത, പ്രവർത്തന മികവ് ഒക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് ഇവർക്കത്. അതുകൊണ്ട് തന്നെ സ്വന്തം അധ്വാനത്തിലൂടെ മാത്രം തന്നെയായിരിക്കും ഇവർ ഏതൊരിടത്തും വിജയിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇനി വിജയിക്കുക എന്നുകൂടി പറയേണ്ടതുണ്ട്. ഇവരോട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയോ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയും അവരോട് പറയും, അല്ലെങ്കിൽ അവനോട് പറയും എന്ന് പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് കൺവേർട്ട് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കും. എന്താ അവർക്കെന്താ ചെയ്തുകൂടെ, അല്ലെങ്കിൽ അവനെന്താ ചെയ്തുകൂടെ എന്നിങ്ങനെ ചോദിക്കുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട് എന്നുള്ളതും വസ്തുതാപരമാണ്. ഇവർക്ക് സൗന്ദര്യബോധമൊക്കെ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സൗന്ദര്യപരമായ രീതിയിലൊക്കെ ചിന്തിക്കുവാനും അഴകായിട്ടിരിക്കുവാനും ഒക്കെ ഇവർ വളരെയധികം പരിശ്രമിക്കും. ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരൊക്കെ തന്നെ മറ്റുള്ളവർക്ക് കാണാൻ വളരെയധികം ഇഷ്ടമായിരിക്കും. കാരണം വെച്ചാൽ അവരോട് അടുത്ത് ഇടപഴകാനും സംസാരിക്കുവാനും ഒക്കെ
വളരെയധികം ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. കാരണം അവരുടേതൊരു പ്രവർത്തന മികവ് അല്ലെങ്കിൽ അവരുടേത് ശൈലി, അവരുടേതായ ഒരു സംസാര ശൈലിയും ഇടപെടലുമൊക്കെ അങ്ങനെയായിരിക്കും. അതായത് ഒരു കുട്ടിയാണെങ്കിലും ശരി, ഒരു മുതിർന്ന ഒരു വയസ്സായ ഒരാളാണെങ്കിലും ശരി, അവരോട് വളരെയധികം താല്പര്യം, ഇഷ്ടത്തോടു കൂടിയായിരിക്കും അവരോട് സംസാരിക്കാനാണ്. കാരണം അത്രത്തോളം ഒരു ആകർഷണീയത അവർക്കുണ്ട്. ഇത് ആണായാലും പെണ്ണായാലും അങ്ങനെ തന്നെയാണ്. അവരുടെ പെരുമാറ്റത്തിൻ്റെതായ രീതി. ഇവരൊക്കെ തന്നെ ഏതെങ്കിലും ഒരു യോഗീശ്വരനെ പോലുള്ള ആൾക്കാരെ പ്രണാമം നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യുമെന്നുള്ളതാണ് വാസ്തവം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇവിടെ ശങ്കരാചാര്യർ, അദ്ദേഹം ഒരു യോഗിയാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആത്മാക്കളെ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള ആചാര്യന്മാരെ എപ്പോൾ മനസ്സിൽ നിങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നോ, അല്ലെങ്കിൽ രമണ മഹർഷി അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ, അതായത് നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും നല്ല ചൈതന്യവത്തായ ഒരു യോഗിയെ നിങ്ങൾ എപ്പോൾ മനസ്സിൽ ഉൾക്കൊണ്ട് കൊണ്ടുവരുന്നുവോ ആ നിമിഷം മുതൽ നിങ്ങൾ വിജയപാതകളിലേക്ക് കടന്നു തുടങ്ങുമെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്കിഷ്ടമുള്ള ആരുമാവട്ടെ, അവരെ ഉൾമനസ്സിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ഓരോ കാര്യത്തിലേക്ക് മുന്നിലേക്ക് ഇറങ്ങി നോക്കുക. നിങ്ങളുടേതായ വിജയം ഏതു പാതയിലൂടെ സഞ്ചരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. യാതൊരുവിധ 10 പൈസ ചിലവില്ലാത്ത ഒരു കാര്യമാണ് അതൊക്കെ. നിങ്ങൾ ശ്രമിച്ചു നോക്കുക, അല്ലെങ്കിൽ ഒരു മാസം നിങ്ങളത് പരിശ്രമിച്ച് നോക്കുക. നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൈപ്പിടികൾക്കുള്ളിലാണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ചിങ്ങം രാശിയിൽപ്പെട്ട ആണുങ്ങളൊക്കെ ആണെങ്കിൽ അച്ഛനോടും, പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ അമ്മയോടുമൊക്കെ തന്നെ വളരെയധികം ഈടുപാടുകൾ, അതായത് അവരുമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ അടുപ്പം ഉണ്ടാവുക എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലായിട്ട് സഞ്ചരിക്കും, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് സത്യം. ഇവർക്ക് ചുറ്റും എപ്പോഴും ഒരു സമൂഹം തന്നെ ഉണ്ടാവും. കാരണം മറ്റൊന്നും കൊണ്ടല്ല, വീട്ടിലുള്ളവരൊക്കെ ഇവരെ കുറ്റപ്പെടുത്തുമ്പോഴും ഇവരൊക്കെ കുറ്റപ്പെടുത്താറില്ല, ഇവരെ പുകഴ്ത്തി പറയുകയുള്ളൂ. ആഹാ, നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പോൾ പുകഴ്ത്തി പറയുന്നത് ആരാണെങ്കിലും ശരി, ഇവർ അവരെ ഒരിക്കലും ഒഴിവാക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളും ഇവരുടേതായ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അത് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതാണ്. അപ്പോൾ ഇത് ആദ്യ ഒരു പോർഷനായിട്ട് തന്നെ നിങ്ങളത് കേൾക്കുക, മനസ്സിലാക്കുക.